ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കിച്ചണ്. കുറേ ദിവസമായാലും ഒരു ഫുഡ് റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം ഞാൻ ഫുഡ് റെസിപ്പിയാണ് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടുണ്ടായത്. അതിനുശേഷം കുറച്ച് ദിവസമായി കുറച്ച് ബ്രേക്ക് ഒന്നും ഇല്ല. ഒരു ഫുഡ് റെസിപ്പിൻ്റെ ഒരു ലോങ് വീഡിയോ ഒന്നും വരാതെ കുറേ ദിവസമായാലും. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി ഫുഡായിട്ട്. നമ്മളെ നാട്ടിൽ നാടൻ ഫുഡ് പറയുന്നത് ആ നാക്ക് നീട്ടുവന്നത് കേട്ടോ. നമ്മളെ നാടൻ ഫുഡ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്പം. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്ലൂ തരാം, നിങ്ങൾ കാണിച്ചു തരുന്നതാ. വെള്ളമുണ്ട്, അതുപോലെ തന്നെ തേങ്ങ, ചെറുകിയ തേങ്ങയുണ്ട്, അതുപോലെ തന്നെ ഇഡലി പാത്രമുണ്ട്, പിന്നെ ഇലയുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്കിന്ന് ഇലയുടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇല കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഒരു മിനിയാന്ന് വിഷുവിന് ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഇല ഉണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത ഭാഗമാണ് ഇത്. വലിയ ഫുഡ് കഴിക്കാൻ അത്ര ഇത് വേണ്ടാന്ന് കട്ട് ചെയ്ത ഭാഗമാണ് ഞാൻ എന്താക്കി മാറ്റി വെച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ വിറ്റായിരുന്നെങ്കിൽ ഇത് മഞ്ഞ കളറുണ്ട്, എല്ലാ കളറുണ്ടോ നമ്മൾ കളയട്ടി. പിന്നെ കട്ട് ചെയ്ത ഭാഗമൊന്നും നമ്മൾ യൂസ് പോലും ചെയ്യില്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ ഞാനെന്താ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനായിരുന്നു ഇതെല്ലാം അങ്ങനെ വലിയ ഇല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്തതാണ്. അത്ര വലിയ ഇല വേണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത ഭാഗമാണ് ഇന്ന് ഞാൻ എന്തിന് ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 3 എണ്ണമാണ് ഉണ്ടാകുന്നത്. ഏകദേശം എത്ര 3 എത്ര ഫിൽസ് അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. 300 ഫിൽസ് 300 ഫിൽസ് എന്നാണ് പറയുന്നത്. 300 ഫിൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഒരു ഫിൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ 20 രൂപ സംതിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 300 ഫിൽസ് പറയുമ്പോൾ നോക്കി 60 രൂപയാണ് 3 ഇലക്ക്. അപ്പോൾ ഒരു ഇലക്ക് 20 രൂപ വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ വേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ കളയുന്ന സാധനം ഇങ്ങനത്തെ അതിൽ എന്തായാലും കളയൂല നമ്മൾ. അപ്പോൾ അത് ആ സംഭവത്തിന് പോലും ഇവിടെ നോക്കിയാൽ 20 രൂപയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു വാഴ കൃഷിയെല്ലാം ചെയ്യുന്നത് ഞാൻ വലിയ റിച്ച് ആവട്ടേന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെ കൂട്ടാം നമുക്കറിയില്ലല്ലോ. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ കേട്ടോ. അപ്പോൾ ഈ ഇല നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഇതിനൊരു വില അറിയുന്നില്ല. പക്ഷേ ഇതിന് നല്ലോണം പൈസ കൊടുത്ത് മേടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയുന്ന വേണ്ട. എന്തായാലും ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലയുടെ ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. രതീഷേട്ടനും ഇഷ്ടമാണ്. എനിക്ക് മഞ്ഞാളിൻ്റെ ഇലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പ് കഴിക്കാത്തൊരു സാധനമാണ് ഇലയുടെ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അമ്മ സെപ്പറേറ്റ് മധുരം യൂസ് ചെയ്യാണ്ട് മറ്റേ എന്ന് പറഞ്ഞാൽ ചപ്പ എന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞത് നമ്മൾ മധുരം യൂസ് ചെയ്യാത്ത സാധനമില്ലേ ചപ്പാന്നാണ് നമ്മളെ കാസർഗോഡിൽ പറയുന്നത്. അതിന് എന്തെന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ അത് മധുരം ഇല്ലാത്ത സാധനം അപ്പാക്കി തരുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെറുതായി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ മഞ്ഞാളിൻ്റെ എനിക്ക് ഇഷ്ടമാണ്. അത് കുഴപ്പമില്ല, അത് കഴിക്കലുണ്ട്. പണ്ട് കഴിച്ചോണ്ടായിട്ട് ഇപ്പം കഴിക്കലുണ്ട്. അങ്ങനെ അപ്പോൾ കഥ പറയുന്നത് വേണ്ട. അപ്പം നമുക്ക് എന്തായാലും ഡയറക്റ്റ് കിടക്കാം. ഫസ്റ്റ് ഞാനിതാ നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു പരുവത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ വെല്ലമാണ് വേണ്ടത്. വെല്ലം മീൻസ് ശർക്കര കേട്ടോ. ശർക്കരയാണ് നമ്മൾ കാസർഗോഡിൽ ഇതിന് വെല്ലം എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? നിങ്ങളെ വിഷുവൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങളെ വിഷുവിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ കാണണം കേട്ടോ, ഫുള്ളായിട്ടൊന്ന് കാണണേ. ഞാൻ ഈ പണിയിൽ ചെയ്യുന്നുണ്ട്. കുറച്ചുണ്ടാക്കുന്ന കേട്ടോ. പിന്നെ ബാക്കി മധുരം ഇടാണ്ടാക്കും ഞാൻ രാത്രിക്കുള്ള ഫുഡ്. മീൻ കറിയും ഇത് മധുരം യൂസ് ചെയ്യാത്ത ആക്കുന്നില്ല, ഇലയിൽ മടക്കി വെക്കുന്നില്ല. നമ്മൾ എൻ്റെ വീട്ടിൽ പറയുന്നത് ചപ്പലയിൽ മടക്കിയത് കടുമ്പ് എന്ന് പറഞ്ഞിട്ടേ ഞാൻ. അപ്പോൾ ഈ അപ്പവും മീൻ കറിയും നല്ല ടേസ്റ്റാണ്. മീൻ കറിയാണ് ഇന്ന്. അപ്പോൾ മത്തിക്കറിയും ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കടുമ്പും സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മളിതാ ഈ സാധനം റെഡി ആയിരിക്കുകയാണ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങയും വെല്ലും ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അപ്പം പരത്താൻ തുടങ്ങും. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയ സാധനം കേട്ടോ. ഇത് കളർ കാണണ്ട, പക്ഷെ കഴുകി വൃത്തിയാക്കിയതാണ്. എൻ്റെ അടുക്കത്തൊട്ടിയിലെ അമ്മക്ക് എന്ന് പറഞ്ഞാൽ മീൻ കറി രാവിലെ കൂട്ടുന്നത് ഇഷ്ടമല്ല. അപ്പം അമ്മ എന്തൊക്കെ വെല്ലവും തേങ്ങ ഇങ്ങനെ ആക്കി വെക്കും. എന്നുവെച്ചാൽ അതാണ് അപ്പത്തിന് കഴിക്കുന്നത്. എനിക്ക് അപ്പം രാവിലെ അപ്പം കഴിക്കുന്നില്ല. അപ്പം മധുരമൊന്നും ഇഷ്ടമല്ല. പിന്നെ വെറുതെ ഈ
ചക്കൻ്റെ പോലെ ആക്കുന്നില്ല, അതെല്ലാം 10 മണിക്കല്ല, 10 വൈകുന്നേരത്തെ ചായക്കെല്ലാം ഇഷ്ടം, രാവിലത്തെ ചായക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കുഞ്ഞ ഇലയുടെ ആയിക്കോട്ടെ. ഫസ്റ്റത്തത് ചെറിയ ചപ്പലിയാണ്, ഇലയാണ്, ചപ്പല, എല്ലാം മിക്സ് ആവുന്നുണ്ട്, എല്ലാ ലാംഗ്വേജും വരുന്നുണ്ട് കേട്ടോ. ഞാൻ മിണ്ടുമ്പോൾ കുറച്ച് കാസർഗോഡ് ലാംഗ്വേജ് വരുന്നത്, എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് മിണ്ടുന്നതാണ്. ഇത് നല്ലവും പരത്തണം, എന്നാലും നല്ല വൃത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ല ചെറിയതായിട്ട് കിട്ടും, അപ്പം നല്ല രസമുണ്ട്. അപ്പോൾ ഇതാ ചെറിയ കുഞ്ഞലട നമ്മളുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്നുമില്ല, അരിപ്പൊടിയും പിന്നെ എന്താ ഉപ്പും ചേർത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് പോരാട്ടോ, നല്ല പൊളി എനിക്ക് തന്നെ കൈ പോകുന്നുണ്ടായിരുന്നു. 10 അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് എന്താ ഈ പരുവത്തിലാക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മളെ ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് മഞ്ഞളാകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, മഞ്ഞളാകുമ്പോൾ നല്ല മധുരം വരുന്നുണ്ട്. അതെ, പക്ഷേ നല്ലൊരു സ്മെല്ലുണ്ട്, അപ്പോൾ നല്ല രസമുണ്ട് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഇലയുടെ റെഡി. ഇത് ഇഡലി പാത്രം കേട്ടോ, ഇത് ഒന്ന് വെച്ചോ. നെക്സ്റ്റ് അങ്ങനെ നമ്മൾ അപ്പം ആവുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് എന്ത് ചെയ്തു, ഓഫ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫുൾ കുറേ ടൈം ഇതേ കാണുമ്പോൾ നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3ാമത്തെ അപ്പമായിട്ടാവുന്നുള്ളത്. പിന്നെന്താ പറയുക, ഞാനിപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം എടുത്ത്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തോളൂ. ഞാൻ വലിയൊരു എന്താ കുക്കിങ്ങിനോട് താല്പര്യമുള്ള, പണ്ട് മുതലേ കുക്കിംഗ് അറിയാവുന്ന ഒരാളായിരിക്കുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് വരെ ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ അടുക്കള എന്ന സംഭവത്തിലേക്ക് കയറിയില്ല, അങ്ങനെയൊന്നും പോയില്ല. അടുക്കളയൊക്കെ ഒന്നും അധികം കയറിയൊന്നുമില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കും. ഇതെല്ലാം മറ്റേ പണിയാണ് എനിക്ക്. എന്തെന്ന് പറഞ്ഞാൽ തോർത്തലും അടിക്കലും അങ്ങനത്തെ പണിയാണ് എനിക്കുണ്ടാകുന്നത്. അല്ലാണ്ട് അടുക്കളക്ക് അങ്ങനത്തെ സംഭവം ഞാൻ ശരിക്കും അധികം ജോലിയൊന്നും ചെയ്യാത്ത ആളായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മരൊക്കെ ഒന്നിച്ച് കൂടിയിട്ട് എല്ലാത്തിനും അമ്മര ഒന്നിച്ച് കൂടും. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മര ഒന്നിച്ചൊന്നും കൂടിക്കൊണ്ടിട്ട് കേട്ടോ. ഇവിടെ ഞാൻ എല്ലാം അമ്മര ഒന്നിച്ച് കൂടിയിട്ട് പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെയാണ് പഠിച്ചത് കേട്ടോ ഞാൻ. അപ്പോൾ എന്നോട് മുമ്പ് അമ്മ പറയുന്നുണ്ടേ, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയൂ, പിന്നെ എനിക്കൊന്നും അറിയില്ല, പിന്നെ വഴക്കൂറി അങ്ങനെ ഇങ്ങനെ എല്ലാം പറയും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെയും പണിയെടുക്കണം, അതുപോലെ തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുമ്പ് എന്തെങ്കിലും പണിയെടുക്കുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മുമ്പും പണിയെടുക്കണം, പിന്നെയും പണിയെടുക്കണം, അത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പണിയെടുക്കാം. ഇപ്പം ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നു ലൈഫ്. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറയും, എനിക്ക് നിൻ്റെ അമ്മായി അങ്ങനെ പറയും. പക്ഷേ അങ്ങനത്തെ ഒന്നും സിറ്റുവേഷൻ ഉണ്ടായിട്ടാ. പക്ഷേ അങ്ങനെ ഇപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അമ്മ പറയുന്ന ഡയലോഗ് ഓർമ്മ. അങ്ങനെ ഞാൻ പറഞ്ഞ മക്കളെ ഒരുപാട് പണിയെടുക്കണം, കല്യാണം കഴിച്ച് പണിയെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ ഫുള്ള് പണിയെടുപ്പിക്കാണ്ട് എങ്ങനെയായിട്ടും അടുക്കള പണിയായിട്ട് എന്ത് സംഭവം അത് എങ്ങനെയായിട്ടും പഠിക്കൂട്ടാ. സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് പഠിക്കും. ഏകദേശം ഒരു 90% ആൾക്കാരും അങ്ങനെ കേട്ടോ. 10% ഉണ്ടാവും പിന്നെ വീട്ടിൽ അങ്ങനെയായിരുന്നു അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്തിൽ എന്താ സിറ്റുവേഷൻസിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന അമ്മമാർ പെൺകുട്ടികളുണ്ട് നല്ലോണം പണിയെടുക്കണം എന്ന് പറയണ്ട കേട്ടോ. അവരെങ്ങനെയായിട്ടും പണിയെടുക്കും. വരും എൻ്റെ ഒരു മോളോട് വരുന്നുണ്ട്. ഓക്കെ ഇപ്പോൾ പാട്ട് ചേഞ്ച് ആക്കണം. അതിനാണ് പാട്ടിൽ പരസ്യം വന്നു. അപ്പോൾ അതാ ഏകദേശം ഒരു 4 മധുരമുള്ളതും പിന്നെ 2 എണ്ണം എന്താ മധുരമില്ലാത്തതും ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അരവുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യുക, ഇഡലിപ്പം അത്ര ചെറുതായിട്ട് പിടിക്കുന്നില്ല, അത്രയും പിടിക്കുന്നില്ല. അപ്പം എന്താ ചെയ്യുക, ഇത് വെന്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വേറെ അത് നോക്കാം. ഇതെന്തായാലും നെക്സ്റ്റ് എന്തായാലും മധുരമില്ലാത്തത് എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ. ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ആവുന്നെന്ന്. അങ്ങനെ നമ്മളെ ഇലയിട വെന്തിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് മെല്ലെ എടുക്കാം കേട്ടോ. കുളുന്നുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നല്ല പൊട്ടുന്നു. അപ്പം നമുക്ക് ഒന്നുകൂടിയുണ്ട്, അതിങ്ങനെ എടുക്കുന്ന ഒരെണ്ണം ഉണ്ട്, അതിങ്ങനായിട്ട് എടുക്കണം. എടുത്തു. ഓക്കെ, സെറ്റ്. നല്ല ചൂടോടു കൂടിയ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കട്ടെ. ഓക്കെ, നല്ല
നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടാ. ആഹാ ആഹാ, നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ്. ഇതാ ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാനിപ്പോൾ ഞാൻ കഴിച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞിക്ക് ചൂടോടെ കൊടുക്കണം. ചൂടോടെ കൊടുക്കാൻ പറ്റാതെ എൻ്റെ കുഞ്ഞിക്ക്. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യണ്ടേ. സ്പൂണ് ഓക്കെ. ഒളിപ്പോൾ വരും, പരസ്യം വരുന്നുണ്ടല്ലോ ഒരു പാട്ടിൽ പരസ്യം. എൻ്റെ അമ്മയെ വീണു താഴെ. എന്താ കഴിച്ചു നോക്കാട്ടോ. അതാ വേണോ? ചൂട് കൊള്ളാം. എല്ലാവരും സംഭവം സെറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടിയിൽ അരി കടഞ്ഞിട്ടാക്കുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല സോഫ്റ്റ് ഉണ്ട്. അരിപ്പൊടിയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളല്ലാതെ കുറേ ആൾ പറയുന്നുണ്ട് എൻ്റെ അരിപ്പൊടിയിലാക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യമായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഇത്രയും നല്ല സൂപ്പർ ഇലടാ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വെറുതെ ഇല്ലെങ്കിൽ ആ ഇല കാണുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു അപ്പമാണ്. അപ്പോൾ എന്താ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ.